നമസ്കാരം. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഷെയർസിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് വേദാന്ത ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയെ പറ്റിയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് 513.5 രൂപയാണ്. അത് ഇന്ന് ഏകദേശം 1.15% ഒരു ഡൗൺ ആയിട്ട് ഷെയർ പ്രൈസസ് നമുക്ക് ഇന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഏറ്റവും വലിയ ന്യൂസ് എന്ന് പറയുന്നത് വേദാന്ത ഡിക്ലെയർസ് ഇൻട്രീം ഡിവിഡൻഡ് ഓഫ് ₹8.5 പെർ ഷെയർ ഫോർത്ത് പേ ഔട്ട് ഓഫ് ഫിനാൻഷ്യൽ ഇയർ 25. അതായത് ഈ അടുത്ത 25 മാർച്ച് വരെയുള്ള ഈ ഫിനാൻഷ്യൽ ഇയറിൽ അവർ 4ാമത് വട്ടമാണ് അവർ ഡിവിഡൻഡ് കൊടുക്കുന്നതെന്ന് കാണാൻ പറ്റും. ഡിവിഡൻഡ് ₹8.5 പെർ ഷെയറാണ് കൊടുക്കുന്നത്. അതായത് ഒരു ഷെയറിന് ₹8.5 എന്നുള്ള രീതിയിലാണ് അവർ ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പേ ഔട്ട് ഡിവിഡൻഡ് ഡേറ്റ് റെക്കോർഡ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് December 24 ആണ്. പിന്നെ അതിന് ശേഷമായിരിക്കും ഡിവിഡൻഡ് കൊടുക്കുക. അപ്പോൾ 24 വരെ ഈ ഷെയർസ് അവൈലബിൾ ഉള്ള ഏതൊരു ആൾക്കാർക്കും ₹8.5 പെർ ഷെയർ ഡിവിഡൻഡിന് അവർ അർഹരാണെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കമ്പനിയുടെ ഷെയർസ് ഇനി റഡാർ ലിസ്റ്റിൽ വയ്ക്കും. ഇതിന് വരും ദിവസങ്ങളിൽ ഇതിന് റാലി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഫിനാൻഷ്യലി അത്ര സ്ട്രോങ് ആയ ഒരു കമ്പനി അല്ല വേദാന്ത എന്നാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് കാണുന്നത്. മാർക്കറ്റ് ക്യാപ്പ് 2 ലക്ഷത്തിന് മുകളിൽ കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. ബട്ട് ഇതിൻ്റെ പ്ലെഡ്ജ്ഡ് പെർസെൻറ്റേജ് 100% ഷെയർസും അവർ പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അത് വലിയൊരു ഡിമെറിറ്റാണ്. ലയബിലിറ്റീസ് 85,000 ലയബിലിറ്റിയും അതിൻ്റെ 24,000 കോണ്ടിൻജന്റ് ലയബിലിറ്റീസും 1,000 ലീസ് ലയബിലിറ്റീസും ഉണ്ടെന്ന് പറയുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഷെയർസ് അത്ര ഫിനാൻഷ്യലി സ്ട്രോങ് അല്ല എന്ന് പറയുന്നു. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ 200 DMAയുടെ മുകളിലാണ് ഇപ്പോൾ ഇത് ബിസിനസ് ചെയ്യുന്നത് എന്നും കാണാൻ പറ്റുന്നതാണ്. ഇനി ഇവരുടെ ഒരു ഷെയർ പ്രൈസസിൻ്റെ സെയിൽസ് നോക്കുകയാണെങ്കിലും എല്ലാം ഇമ്പ്രൂവ്ഡ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും ഒരു ആശ്വസിക്കുന്ന കാര്യങ്ങളാണ്. ബട്ട് കമ്പനി ലയബിലിറ്റീസും എന്ന് പറയുന്നത് പ്ലെഡ്ജ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ അത്രത്തോളം അഭികാമ്യമല്ല എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ബ്രോക്കറേജുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂസസ് ആണ് ഇത് പറയുന്നത്. അപ്പോൾ ബ്രോക്കറേജ് പലപ്പോഴും ചില കമ്പനികളെ റഡാർ ലിസ്റ്റിലും അതായത് ബൈ റേറ്റിങ്ങും അതുപോലെ തന്നെ സെൽ റേറ്റിംഗ് എല്ലാം കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരം കമ്പനികളെ ഈ ബ്രോക്കറേജസിൻ്റെ ഒരു എന്താ പറയുക ഒരു അവരുടെ ഒരു ഡിസിഷൻസിനെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതില്ല. പക്ഷേ അവർ ഡിക്ലെയർ ചെയ്യുന്ന അവർ സജസ്റ്റ് ചെയ്യുന്ന കമ്പനികളെ നമ്മൾ റഡാർ ലിസ്റ്റിൽ ഇടുകയും അവരുടെ ഒരു ഫിനാൻഷ്യൽ എബിലിറ്റിയെ പറ്റി നമുക്ക് റെഫർ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അതിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സെൽ ഓഫ് ചെയ്യുകയോ ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രോക്കറേജ് ജെഫ്രി ട്രിംസ് PI ഇൻഡസ്ട്രീസ് ടാർഗറ്റ് ഗോൾഡ്മാൻ സാഷ് ബുള്ളിഷ് ഓൺ ഓറോബിന്ദോ ഫാർമ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ 2 കമ്പനികളാണ് ജെഫ്രീസും അതുപോലെ തന്നെ ഗോൾഡ്മാൻ സാഷസും എന്ന് പറയുന്ന 2 കമ്പനികളും ഈ ബ്രോക്കറേജസ് ടീമുകൾ ഏതൊക്കെ കമ്പനികൾക്ക് വന്ന് PI ഇൻഡസ്ട്രീസ് ആണ് ബൈ ടാർഗറ്റ് കട്ട് ടു 4,865 ഫ്രം 5,100 പിന്നെ ഷെയർസ്. അതായത് 5,100 ആയിരുന്നു അവർ ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ അത് കുറച്ച് 4,865 ആയിട്ട് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഇപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് 3,956 ആണ്. PI ഇൻഡസ്ട്രീസ് എന്ന് പറയും. PI ഇൻഡസ്ട്രീസ് ഫിനാൻഷ്യലി അത്യാവശ്യം സ്ട്രോങ് ആയ കമ്പനിയാണെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ അത് 200 DMAയുടെ താഴത്ത് വന്നിട്ട് നമ്മൾക്ക് ലഭ്യമാണ് എന്നുള്ള കാര്യങ്ങളൂടെ കാണാൻ പറ്റും. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഒരു പ്രോഫിറ്റും അതിൽ ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് CAGR എല്ലാം കുറച്ച് ഇമ്പ്രൂവ്ഡ് ആണെന്ന് കാണാൻ പറ്റും. പ്രോഫിറ്റും സെയിൽസ് ഗ്രോത്ത് എല്ലാം ഗ്രാജുവലി ഇമ്പ്രൂവ്ഡ് ആണെന്ന് കാണാൻ പറ്റുന്നതാണ്. പ്രോഫിറ്റും അതുപോലെ തന്നെ വളരെയധികം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന കമ്പനിയാണെന്ന് കാണാൻ പറ്റും. 12 ട്രെയിലിംഗ് മന്തിൻ്റെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ ആയത് 1,775 വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം 1,600ഉം 1,200 എല്ലാം വന്നിട്ടുള്ളൂ എന്ന് കാണാൻ പറ്റും. ഫിനാൻഷ്യലി ആൻഡ് ബിസിനസ് പരമായിട്ട് കമ്പനി സ്ട്രോങ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ ഒമാക്സ് ഫിനാൻഷ്യൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് എല്ലാം തന്നെ വലിയൊരു ഫ്യൂച്ചർ ഒരു ഇതുള്ള കമ്പനിയാണ്. അപ്പോൾ ഇവർ ടാർഗറ്റ് കൊടുക്കുന്നത് ₹1,660 ആണ് മാക്സ് ഫിനാൻഷ്യൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. മാക്സ് ഫിനാൻഷ്യൽ ലിമിറ്റഡിൻ്റെ കറണ്ട് പ്രൈസ് ₹1,149 ആണ്. അപ്പോൾ ഇതിന്ന്
1660 ഒരു ടാർഗറ്റാണ് ജെഫ്രീസ് കൊടുക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ കമ്പനിയും മാക്സ് ഫിനാൻഷ്യൽ ലിമിറ്റഡും നമ്മളുടെ ബ്രോക്കറേജിൽസ് വെച്ച് അതിൻ്റെ ഫിനാൻഷ്യൽ അഡ്വൈസറീസ് കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് റീഡ് മോർ നോക്കുകയാണെങ്കിൽ മോർഗ്ലി സ്റ്റാൻലി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ബ്രോക്കറേജ് ടീം കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കമ്പനി അതുപോലെ തന്നെ JP മോർഗൻ ഗോദ്രേജ് കൺസ്യൂമേഴ്സിന് ടാർഗറ്റ് കൊടുക്കുന്ന 1365 പെർ ഷെയറാണ്. ഗോദ്രേജിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ് 1112 റുപ്പീസാണ്. അപ്പോൾ ഇതിനൊരു ഹൈ ടാർഗറ്റ് തന്നെയാണ് ഈ ബ്രോക്കറേജസ് കൊടുക്കുന്നത്, 1365 കൊടുക്കുന്നത്. അതുപോലെ തന്നെ പെർസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിക്ക് ആ ഒരു ടാർഗറ്റ് ഓവർ വെയ്റ്റ് ആണ് ഇതിന് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ടാർഗറ്റ് ബൈ അല്ല, അതൊരു ഓവർ വെയ്റ്റ് ആണെന്ന് പറയുന്നത്. ടാർഗറ്റ് അറ്റ് 6100 ആണ് പറയുന്നത്. സെൽ എന്ന് അവർ എഴുതിയിട്ടില്ലെങ്കിലും ഇത് ഓവർ വെയ്റ്റ് ആണെന്നാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു JP മോർഗൻ പെർസിസ്റ്റൻസിന് മസ്റ്റായിട്ടും ഇതിന് ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ നിന്ന് താഴോട്ടാണ് അവർ എന്താ പറയുന്നത് ടാർഗറ്റ് ചെയ്യുന്നത് കാണാം. 510 ആണ് ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ്. ഇത് ഓവർ വെയ്റ്റ് ആണെന്നും ഇത് ഏകദേശം 6100 താഴോട്ട് പോകുമെന്നാണ് JP മോർഗൻ ഇതിനുമായി ബന്ധപ്പെട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇനി സിറ്റി ഓൺ DCS 3935 കൊടുത്തിരുന്നു. ടെക് മഹീന്ദ്ര അതുപോലെ തന്നെ ഇതെല്ലാം സെൽ കോളാണ് കൊടുത്തിരുന്നത്. ടെക് മഹീന്ദ്ര സെൽ കോൾ, അതുപോലെ തന്നെ LTI മൈൻട്രി സെൽ കോളാണ് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിഫ്റ്റി IT ഇൻഡെക്സസ് പലപ്പോഴും താഴോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. TCSും സെൽ കോളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ ബ്രോക്കറേജസ് കൊടുക്കുന്ന ഒരു പ്രഡിക്ഷൻ നമ്മൾ ഒരിക്കലും തന്നെ എടുക്കേണ്ടതില്ല, പക്ഷേ അത് റഡാർ ലിസ്റ്റിലിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഒരു ഇതുമായി ബന്ധപ്പെട്ട് 55th GST കൗൺസിൽ മീറ്റ് SUV മേക്കേഴ്സ് മേ ബി ഏബിൾ ടു പുട്ട് pre-July 2023 GST ഡിമാൻഡ്സ് ഇൻ റിയർ വ്യൂ. അപ്പോൾ 2023 ജൂലൈ മുതലുള്ള അല്ലെങ്കിൽ അതിന് മുമ്പ് മുതലുള്ള SUVയുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻസ് GST ഡിമാൻഡ്സ് ഒരു റിവ്യൂ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം SUV മേക്കേഴ്സിന് അത് പലപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നതാണ്. SUV മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ അറിയാവുന്ന പല വാഹന നിർമ്മാതാക്കളും മഹീന്ദ്ര, ഹുണ്ടായി, അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ്, ഇത്തരത്തിലുള്ള നമ്മൾ നോർമലി SUVs ഉണ്ടാക്കുന്ന ഏതൊക്കെ കമ്പനികളാണോ ഇത്തരം കമ്പനികൾക്കെല്ലാം ഇതിൽ നിന്നൊരു പോസിറ്റീവായ റിമാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. The upcoming 55th GST Council meeting is poised to provide much needed clarity for automobile manufacturers. Sources have told that the council is nominated Fitment committee is considering a proposal to clarify the applicability of the 22% cess on utility vehicles from July 26, 2023 onwards. അപ്പോൾ ടാക്സ് കട്ടും മറ്റും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല വാഹന നിർമ്മാതാക്കൾക്കും ഇതിൽ നിന്നൊരു ഗുണം കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മറ്റൊരു കമ്പനിയാണ് പ്രീമിയർ എക്സ്പ്ലോസീവ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. കുറച്ച് കാലങ്ങളായിട്ട് ഇതിൻ്റെ പെർഫോമൻസ് താഴോട്ടായിരുന്നു എന്ന് കാണാൻ പറ്റും. കഴിഞ്ഞ ഒരു മാസം 6 മന്തിൻ്റെ എല്ലാം ആയിട്ട് നോക്കുമ്പോൾ -26% താഴോട്ട് പോയിരിക്കുന്ന ഒരു ഷെയർ പ്രൈസസ് ആണ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ ഒരു കമ്പനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ പ്രീമിയർ എക്സ്പ്ലോസീവ് ലോക്ക്ഡ് 10% അപ്പർ സർക്യൂട്ട് ടുഡേ. ഹിയർ ആൾ ദ ഡീറ്റെയിൽസ്. അല്ലെങ്കിൽ പ്രീമിയർ സ്റ്റോക്ക് എക്സ്പ്ലോസീവ്സ് സ്റ്റോക്ക് ഹീറ്റ് 10% അപ്പർ സർക്യൂട്ട് ഓൺ JV വിത്ത് ഗ്ലോബൽ മ്യൂണീഷ്യൻ. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ന്യൂസ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനി Premier Explosives stick at a 10% upper circuit in Monday trading session after the firm entered in a joint venture with Global Munition. Premier Explosives stock locked 10% in the morning session in National Stock Exchange. This is to inform you that our company Premier Explosive has entered into a memorandum of understanding with the Global Munition subsidiary of NIBE Ordnance and Maritime to set up
up a joint venture to manufacture defense and aerospace product is started a premier explosive in an exchange filing. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഡിഫൻസ് സെക്ടറുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനികളെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരം കമ്പനികൾക്ക് പുതിയ പുതിയ ഓർഡർ കിട്ടുന്നു, പുതിയ വെസ്റ്റേൺ കമ്പനികളുമായിട്ട് ജോയിൻറ്റ് വെഞ്ചർ കിട്ടുന്നു, അവരുടെ ടെക്നോളജി ഷെയർസ് ഉണ്ടാവുന്നു. അപ്പോൾ ഇത്തരം ഡിഫൻസ് കമ്പനികൾക്ക് വലിയൊരു ഫ്യൂച്ചർ തന്നെ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീമിയർ എക്സ്പ്ലോസീവ് സ്റ്റോക്ക് ഹിറ്റ്, അവർക്കും ഇതിന് ഒരു ഗുണം കിട്ടി എന്നുള്ളതാണ്. ഹിറ്റ് അപ്പർ സർക്യൂട്ട് ഓൺ JV വിത്ത് ഗ്ലോബൽ മ്യൂണീഷ്യൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്നും തന്നെ ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ ഇൻഫോർമേഷന് വേണ്ടിയിട്ടാണ്. ബൈ ഓർ സെൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെയും അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക എന്നൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം.